ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എനിക്കൊന്നും അറിയില്ല, ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കും. ഞാൻ അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഇനി പരസ്പരം കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല മോളെ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഇതിന് എങ്ങനെ ഊരാൻ പറ്റുമെന്ന് ആലോചിക്ക്. ആരുമില്ല ഇവിടെ. എന്നെ തല്ലിക്കൊന്ന് കൊഴിച്ചു മൂടിയിട്ട് രണ്ടും കൂടി ആത്തര ഒളിച്ചിരിക്കുകയാണല്ലേ? ദൈവമേ, ആരാ മോളെ? എന്താ പ്രശ്നം? ഞാനെന്ന് പറഞ്ഞില്ല ചേട്ടത്തി, ഒരു പൊടിയൻ, അയാളാ. ഓ, ആ കള്ളുകുടിയൻ. അയ്യോ, നിങ്ങള് എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ആഹാ, എന്താടോ കള്ളും കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? സൂക്ഷിച്ച് സംസാരത്തിലെ അടിച്ചു എന്റെ ഉണപ്പരിയ താഴെ ഇടും. ഓഹോ, അപ്പൊ ഈ വീട് മുഴുവൻ ഗുണ്ടകളാണല്ലേ? ഈ സുഗുണത്താണ് നിന്റെ കളി. എന്നോട് കളിച്ചാ കളി ഞാൻ പഠിപ്പിക്കുവേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആഹാ, അത് കൊള്ളാമല്ലോ. ഇപ്പൊ വാദി പ്രതിയായോ? നിഷ്കളങ്കനും നല്ലവനോ എന്നെ ഒരു കുലപതിയാക്കാൻ നോക്കിയിട്ട് എന്നിട്ട് സത്യം പുറത്തു വരുന്നതായപ്പോ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ? താൻ എന്തൊക്കെ ബോധക്കടാടോ ഈ പറയുന്നത്? കള്ളു കുടിച്ച വയറ്റി കിടക്കണോടോ? കള്ളു കുടിച്ച വയറ്റല്ലാതെ കാലി കിടക്കാൻ പറ്റുന്നുള്ളൂ. ചില സത്യങ്ങൾ എനിക്ക് തുറന്നു പറയണം. ദത്തേട്ടൻ തന്നെ ഉപദേശിച്ച കാര്യല്ലേ, അതിവിടെ എല്ലാവർക്കും അറിയാം. അല്ല, അതല്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ കുത്തി കൊടലെടുക്കും ഞാൻ. വിടാനാ പറഞ്ഞത്. പെണ്ണുങ്ങളുടെ കയ്യൊക്കെ പിടിക്കുന്നോളാം. മോളെ നോക്കി നിൽക്കാതെ തല്ലി കൊല്ലിവനെ. ഇവൻ ബലാത്സംഗ വീരനാ. അത്രയ്ക്കായോ? ആരവിടെ? എവിടെ കത്തി? കൊല്ലും, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. അവസാനിപ്പിച്ചോളാം ഞാൻ. കുത്തി പറഞ്ഞു കൊടുത്തുള്ള ഞാൻ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എല്ലാത്തിനെയും കത്തി താഴെ ഇടും സുഗുണ. ഈ ഗോമതിയാ പറയുന്നേ, കത്തി താഴെ ഇടാൻ. അടുക്കരുത്. കത്തി താഴെ ഇടും സുഗുണ. അടുത്ത് വന്നാ കുത്തി ഞാൻ. അടുത്തോട്ട് വരില്ല. ചാട്ടുപോളെ
ചവിട്ടി കൂട്ടുമനെ. ഭീഷണി അമ്മച്ചി നിർത്താൻ മതി. അയ്യോ കൊല്ലല്ലേ അങ്ങനെ കൊല്ലല്ലേ സുഗുണേട്ടാ സുഗുണേട്ടാ ശരി ചേച്ചി. സുഗുണേട്ടാ ഇത് ഞാനാ സുഗുണേട്ടാ സുഗുണേട്ടാ ശരി ചേച്ചി, നമ്മൾ രക്ഷപ്പെട്ട് സുഗുണം ചത്തിട്ടില്ല. മാപാവളെ എന്തിനാ ഈ പാവമനുഷ്യനെ ചവിട്ടി കൂട്ടിയത്? പിന്നെ വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞ കൈയും കെട്ടി നോക്കിയിരിക്കണോ? സുഗുണേട്ടാ സുഗുണേട്ടാ യശോദ യശോദ, നമ്മളിതെവിടെ? ഇവരൊക്കെ ആരാ? ഈ ഓർമ്മയില്ലാത്ത മനുഷ്യനോടാണോ നിങ്ങൾ ഈ ദ്രോഹം ചെയ്തത്?